BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയിൽ നടന്ന ഫണ്ട് തട്ടിപ്പിൽ നിർണായകമായ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളായ കൊടികൾ, തോരണങ്ങൾ, ഷാളുകൾ, തൊപ്പി എന്നിവ വിതരണം ചെയ്യുന്നതിനായി ഒരു സ്വകാര്യ കമ്പനിക്ക് 1.62 കോടി രൂപയുടെ കരാർ നൽകിയെന്നാണ് വിവരം. സാധാരണയായി ഇത്തരം സാമഗ്രികൾ BJP കേന്ദ്ര നേതൃത്വം സൗജന്യമായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ സാമഗ്രികൾ എത്താൻ വൈകിയതോടെയാണ് കരാർ നൽകാൻ നിർബന്ധിതരായത്. കരാർ ഒപ്പിടുമ്പോൾ തന്നെ കമ്പനി പ്രതിനിധിയോട് 31 ലക്ഷം രൂപ കമ്മീഷനായി ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതനുസരിച്ചാണ് തുക കൈമാറിയതെന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. കുടിശ്ശിക തുക തെരഞ്ഞെടുപ്പിന് ശേഷം നൽകാമെന്ന് MP അഞ്ജന ഉറപ്പു നൽകിയതായും കമ്പനി പ്രതിനിധി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വ്യക്തിയോട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കുകയും ചെയ്തിരുന്നു. വിഷയം പഠിക്കാൻ കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ കമ്മീഷൻ തുക തട്ടിയെടുത്തു എന്ന ആരോപണം ശക്തമാകുമ്പോഴും ഇത്തരമൊരു കമ്മീഷനെക്കുറിച്ചോ അന്വേഷണത്തെക്കുറിച്ചോ അറിവില്ലെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഔദ്യോഗിക വിശദീകരണം. നിലവിൽ ഈ വിഷയത്തിൽ BJPയിലെ മറ്റു ഉന്നത നേതാക്കളൊന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. നിലവിൽ വിദേശത്തുള്ള സംസ്ഥാന പ്രസിഡന്റ് തിരിച്ചെത്തുന്നത് 18-നാണ്. അതിനുശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക വിഭാഗം വിശദീകരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.